സാമ്പത്തിക ഇടപാടിൽ ശോഭാ സുരേന്ദ്രനും അനിൽ ആന്റണിക്കുമെതിരെ തെളിവുകൾ പുറത്തുവിട്ട ദല്ലാൽ നന്ദകുമാർ. ശോഭാ സുരേന്ദ്രന്റെ അക്കൗണ്ടിലൂടെ 10 ലക്ഷം രൂപ കൈമാറിയതിന്റെ ബാങ്ക് രേഖകളാണ് പുറത്തുവിട്ടത്. അനിൽ ആന്റണിക്ക് പണം നൽകിയ ദിവസത്തെ ചിത്രമടക്കമുള്ള തെളിവുകളും പുറത്തുവിട്ടു. അനിൽ ആന്റണിക്കെതിരെ കൂടുതൽ തെളിവുകൾ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം പുറത്തുവിടുമെന്ന് നന്ദകുമാർ പറഞ്ഞു. ശോഭന സുരേന്ദ്രന് 10 ലക്ഷം രൂപ നൽകിയത് അക്കൗണ്ട് വഴിയാണ് എന്ന് ദല്ലാൽ നന്ദകുമാർ. ശോഭന സുരേന്ദ്രൻ എന്ന പേരിൽ ദില്ലി പാർലമെന്റ് സ്ട്രീറ്റ് SBI ബ്രാഞ്ചിൽ പണം നിക്ഷേപിച്ചതിന്റെ രേഖയും നന്ദകുമാർ പുറത്തുവിട്ടു. തൃശൂരിലെ സ്ഥലം നൽകാമെന്ന് പറഞ്ഞാണ് പണം വാങ്ങിയത്. എന്നാൽ ആ പണം ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല എന്നും നന്ദകുമാർ പറഞ്ഞു. എന്റെ ഇന്ന് BJPയുടെ ഒരു ക്രൗഡ് പുള്ളർ കാൻഡിഡേറ്റ് 10 ലക്ഷം രൂപ മേടിച്ചിട്ട് മടക്കി തന്നിട്ടില്ലെന്ന് അതിന്റെ കോപ്പി. ടെറർ BJP തീപ്പൊരി നേതാവും സ്ഥാനാർത്ഥിയും എന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ മേടിച്ച എന്റെ അക്കൗണ്ട് വഴി. അന്ന് ഞാൻ 2014 അക്കൗണ്ട് ഹോൾഡർ പേര് നോക്കിയാൽ കാണാമല്ലോ. CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനവുമായി ബന്ധപ്പെട്ട് അനിൽ ആന്റണിക്ക് 20 ലക്ഷം രൂപ നൽകിയെന്ന ആരോപണത്തിൽ കൂടുതൽ തെളിവുകളും നന്ദകുമാർ പുറത്തുവിട്ടു. ദില്ലിയിലെ ഹോട്ടലിൽ വെച്ച് അനിലിന് പണം നൽകിയെന്ന് അവകാശപ്പെടുന്ന ഫോട്ടോയാണ് പുറത്തുവിട്ടത്. എന്നാൽ ക്രോപ്പ് ചെയ്ത ഫോട്ടോയിൽ അനിൽ ആന്റണി ഇല്ല. വരട്ടെ, നിങ്ങൾ തർക്കിക്കണ്ട, വരട്ടെ. തർക്കം വരുമ്പോഴത്തേക്കല്ലേ വരട്ടെ, ഞാൻ പറഞ്ഞു തീരട്ടെ. നിങ്ങൾ അങ്ങനെ കയറി ഇടപെടല്ലേ ഇടയ്ക്ക് കയറി. കഴിഞ്ഞ ആ ദിവസം ഞാനെടുത്തതല്ല. അനിലും ശോഭയും നിഷ്കളങ്കരല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് തെളിവുകൾ പുറത്തുവിട്ടത് എന്ന് നന്ദകുമാർ പറഞ്ഞു. NDA സ്ഥാനാർത്ഥിക്ക് നൽകാൻ വേണ്ടി 100 കോടി രൂപയുമായി കേരളത്തിലേക്ക് പുറപ്പെട്ട ഹവാലക്കാരൻ രാജ്യം വിട്ടുവെന്നും നന്ദകുമാർ വ്യക്തമാക്കി. റിപ്പോർട്ടർ, ദില്ലി.